മസ്തകത്തിനേറ്റ മുറിവിന്റെ വേദനയും അവശതയുമായി കൊമ്പൻ അലയാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിലധികമായി. അഭയാരണ്യം ആനയുടെ മുറിവുണക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് നിലവിൽ ആനയുടെ ആരോഗ്യസ്ഥിതി, ചികിത്സാ രീതി ഇനി എങ്ങനെയായിരിക്കും? അതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പോൾ അഭയാരണ്യത്തിൽ കഴിയുന്ന കൊമ്പന്റെ ആരോഗ്യാവസ്ഥ നമ്മൾ പരിശോധിക്കുമ്പോൾ മുറിവിന് ഒരടിയിൽ കൂടുതൽ ആഴമുണ്ട് എന്നതാണ്. പക്ഷേ ഏറ്റവും ആശ്വാസകരമായ കാര്യം മുറിവ് ഈ തലച്ചോറിനെ ബാധിച്ചിട്ടില്ല എന്നതാണ്. ആദ്യം ഒരു ചെറിയ മുറിവായിരുന്നു, അന്ന് നമുക്കറിയാമല്ലോ, ഒരു തവണ ചികിത്സ നൽകി വിട്ടയച്ചതുമാണ്. പക്ഷേ അതിപ്പോൾ ഒരടിയിൽ കൂടുതൽ ആഴത്തിലേക്ക് എത്തിയിരിക്കുന്നു. പുഴുവരിച്ച നിലയിലായിരുന്നു ഈ മുറിവ്. ആ മുറിവ് വൃത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ കൂട്ടിലാക്കിയിരിക്കുന്നത്. രണ്ടാമത്തേത്, ഈ മുറിവിന്റെ ഉള്ളിൽ നിന്നെടുത്ത പഴുപ്പും രക്തവും ഒക്കെ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. മുറിവ് തലച്ചോറിനെ ബാധിച്ചിട്ടില്ല എന്നതാണ് പ്രാഥമിക വിലയിരുത്തൽ. പക്ഷേ ഈ പരിശോധനാ ഫലം കൂടി കിട്ടേണ്ടതുണ്ട്. മൂന്നാമത്തേത്, ആന്തരിക അവയവങ്ങൾക്ക് അണുബാധയുണ്ടോ അതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. മുറിവിലെ പഴുപ്പും രക്തവും ഒക്കെ പരിശോധിച്ച റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അത് ആന്തരിക അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി അങ്ങോട്ടുള്ള ചികിത്സയാണ്. ഈ ചികിത്സയ്ക്കായി പ്രത്യേക മാർഗരേഖ തയ്യാറാക്കാൻ പോവുകയാണ്. ദിവസവും മുറിവ് വൃത്തിയാക്കി മരുന്ന് വെച്ച് കൊടുക്കണം. 1.5 മാസത്തോളം ഈ രീതിയിൽ ചികിത്സ നൽകണം എന്നാണ് ഡോക്ടർ അരുൺ സഖറിയ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ നൽകുന്ന ആന്റിബയോട്ടിക്കുകൾ അത് തുടർന്നും നൽകാൻ തന്നെയാണ്. ഡോക്ടർ ബിനോയ് ആയിരിക്കും ഈ പരിചരണത്തിന് നേതൃത്വം നൽകുക. അതോടൊപ്പം ആനയ്ക്ക് ഇനി അങ്ങോട്ട് ആരോഗ്യം വീണ്ടെടുക്കുന്നതിനായുള്ള ഭക്ഷണമാണ് പച്ചപ്പുല്ല്. അത് പ്രധാന ഭക്ഷണമായി നൽകും. അതോടൊപ്പം ഗോതമ്പും അരിയും ചെറുപയറും ഒക്കെ ഉപയോഗിച്ചുള്ള ഭക്ഷണവും ചികിത്സയും ഒക്കെ കൊടുക്കുന്നതോടുകൂടി മസ്തകത്തിന് മുറിവേറ്റ ആ കൊമ്പനെ അവന്റെ സുഹൃത്തിനടുത്തേക്ക് മടക്കി അയക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മളിൽ ബാക്കിയാവുന്നത്.